ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എക്സസൈസിനെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ പലരും തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ പുറത്തു പോകാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് പുറത്തു പോകാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എക്സസൈസാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് 8 വാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. 8 വാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 8 ഷേപ്പിൽ വാക്ക് ചെയ്യുന്നതിനെ പറ്റി, 8 ഷേപ്പിൽ നമ്മൾ നടക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. നമ്മൾ എവിടെയാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതായത് ഇപ്പോൾ നമ്മുടെ അപ്സ്റ്റെയറിലാണെങ്കിൽ അപ്സ്റ്റെയറിൽ, നമ്മുടെ ടെറസിലാണെങ്കിൽ ടെറസിൽ, മുറ്റത്താണെങ്കിൽ മുറ്റത്ത്, റൂമിലാണെങ്കിൽ റൂമിൽ നിങ്ങൾക്ക് ഒരു 8 ഷേപ്പിൽ നിങ്ങൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8 ഷേപ്പിൽ നടക്കാനായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും 2 ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മൾ നടുക്കായിട്ട് അങ്ങോട്ട് വയ്ക്കുക. അതായത് വീഡിയോയിൽ കാണിച്ചേക്കാം. എന്നിട്ട് നിങ്ങളൊരു 8ൻ്റെ ഷേപ്പിൽ അതിനിടയിൽ കൂടി നടക്കുക. നമ്മളൊരു ഡയറക്ഷനിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ വന്ന് പിന്നെ അടുത്ത ഒബ്ജക്റ്റിനെ ചുറ്റി നമ്മൾ ആ ഒരു 8ൻ്റെ ഷേപ്പിൽ തന്നെ നിങ്ങളത് പോവുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും അതുപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും നിങ്ങളത് ചെയ്യുക. അതായത് ഒരു ഡയറക്ഷനിൽ നമ്മൾ പോയതിന് ശേഷം ഓപ്പോസിറ്റ് ആയിട്ടുള്ള അടുത്ത ഡയറക്ഷനിൽ കൂടി നമ്മൾ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് മെയിനായിട്ട് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴേക്കും, നമ്മൾ നോർമലി വാക്കിംഗ് നടത്തുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോവുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ടൈപ്പ് വാക്കിംഗ്, 8 ടൈപ്പ് വാക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും കൂടുതൽ വളയുന്നത് നമ്മുടെ ഇടുപ്പ് ഭാഗമാണ്, നമ്മുടെ പെൽവിക് റീജിയനാണ് ഏറ്റവും കൂടുതൽ ഇതിനിങ്ങനെ സ്ട്രെച്ചായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, പെൽവിക്കിൻ്റെ ആ ഒരു റീജിയന് തൊട്ട് മുകളിലായിട്ടുള്ള ഭാഗത്താണ് നമ്മുടെ യൂട്രസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ യൂട്രസ്, നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗത്ത്, നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്ത് കുറച്ചൊന്നും ഒരു ആയാസം അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും, കുറച്ചൊന്ന് ആക്റ്റീവ് ആകുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ആ ഒരു ഭാഗത്തേക്ക്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും നമ്മളിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം നിങ്ങളുടെ ഓവുലേഷനും നിങ്ങളുടെ ഇംപ്ലാന്റേഷനും സക്സസ്ഫുൾ ആക്കാനായിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെയ്യാമോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും അത് ഹെവി ആയിട്ടുള്ളൊരു വർക്കൗട്ടല്ല, നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ 8 വാക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഓവുലേഷൻ സമയത്തും ഇംപ്ലാന്റേഷൻ സമയത്തും പീരിയഡ്സിൻ്റെ സമയത്തും ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളാക്കി വെക്കാനായിട്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മളങ്ങോട്ട് ആക്റ്റീവ് ആകുന്നില്ലല്ലോ, എന്നാൽ നമുക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു വർക്കൗട്ട്. നിങ്ങൾ മാക്സിമം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പെൽവിക് റീജിയനിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഓവുലേഷൻ സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ 2 ഓവറീസിലോട്ടും രക്ത ഓട്ടം, അതായത് ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തുന്നതിനും ആ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി നിങ്ങളുടെ എഗ്ഗിൻ്റെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനും ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ആ യൂട്രസിൻ്റെ ലൈനിങ് കൃത്യമായിട്ട് നറിഷ് ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എംബ്രിയോ നല്ലപോലെ അറ്റാച്ച് ആവുന്നതിനുമൊക്കെ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.